പ്ലസ് ടു യോഗ്യതയുള്ളവർക്കും ഡിഗ്രി യോഗ്യതയുള്ളവർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വർക്ക് ഫ്രം ഹോം ജോബിലേക്കാണ് കമ്പനി വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ജോബിനെ കുറിച്ച് നമ്മൾ നോക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനലിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒറ്റ ജോബും മിസ്സാവാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും ചെയ്യുക ചാനൽ. അപ്പോൾ നമുക്ക് ജോബ് ഡീറ്റെയിലേക്ക് കിടക്കാം. അപ്പോൾ കമ്പനി വിളിച്ചിട്ടുള്ളത് ഡാറ്റ അനലിസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. കമ്പനിയുടെ പേര് വരുന്നത് പെറോപ്റ്റിക്സ് എന്നാണ്. 0 to 5 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. സാലറി കമ്പനി ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അതായത് നിങ്ങൾ ഫ്രഷേഴ്സ് ആണെങ്കിൽ എക്സ്പീരിയൻസ് ആണെങ്കിലും അതിനനുസരിച്ചുള്ള സാലറി ആയിരിക്കും കമ്പനി പ്രൊവൈഡ് ചെയ്യുക. ഫ്രഷേഴ്സ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള സാലറി കമ്പനി പ്രൊവൈഡ് ചെയ്യും. പിന്നെ വർക്ക് മോഡ് വരുന്നത് കംപ്ലീറ്റ്ലി വർക്ക് ഫ്രം ഹോം മോഡായിരിക്കും. റിമോട്ട് മോഡാണ് വർക്ക് മോഡ് വരുന്നത്. പിന്നെ ലൊക്കേഷൻ വരുന്നത് ഡൽഹിയിലാണ്. അതായത് ഓഫീസ് ലൊക്കേഷൻ വരുന്നത് ഡൽഹിയിലാണ്. പിന്നെ നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷനെ കുറിച്ച് നോക്കുമ്പോൾ ഇവിടെ അവർ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഡാറ്റ അനലിസ്റ്റ് ഹു വിൽ റിവ്യൂ മാപ്പിംഗ് ഡാറ്റ ഫോർ ഡിജിറ്റൽ മാപ്പിംഗ്. അതായത് ഗൂഗിൾ മാപ്പോ ആപ്പിൾ മാപ്പ് ഏത് മാപ്പ് ആണെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിലെ മാപ്പ് എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്യുകയും അതിന്റെ കോർ ഡാറ്റ കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കലുമായിരിക്കും നിങ്ങളുടെ ജോബ് റോൾ വരുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് capabilities will validate and ensure that the navigation of certain routes are accurate and safe. മാപ്പിൽ കൊടുത്തുള്ള റൂട്ടുകൾ സേഫ് ആണ്, അക്യുറേറ്റ് ആണെന്ന് ചെക്ക് ചെയ്തിട്ട് അതിന്റെ ഡാറ്റകൾ അയച്ചു കൊടുക്കലായിരിക്കും നിങ്ങളുടെ ജോബ് റോൾ വരുന്നത്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റ് ടു ആൻഡ് എൻഡ് ഡെസ്റ്റിനേഷൻ ഈസ് ലിസ്റ്റഡ് അക്യുറേറ്റ്ലി റിസൾട്ടിങ് ഇൻ ബെറ്റർ യൂസർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ജോബ് റോൾ അവർ വെച്ചിട്ടുള്ളത്. അതായത് കസ്റ്റമേഴ്സിന്റെ ബെറ്റർ യൂസർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ജോബ് റോൾ അവർ വെച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ കാൻഡിഡേറ്റ് ഉണ്ടായിരിക്കേണ്ട സ്കില്ലുകൾ അവർ പറയുന്നുണ്ട്. ഫ്ലുവൻറ്റ് ഇൻ ഇംഗ്ലീഷിൽ എന്താണ് ഫ്ലുവൻ്റ് ആയിരിക്കണം. പിന്നെ എക്സലന്റ് റിസർച്ച് സ്കിൽ ഉണ്ടായിരിക്കണം. ഇങ്ങനത്തെ ഡാറ്റകളൊക്കെ കളക്ട് ചെയ്തിട്ട് അനലൈസ് ചെയ്യണമെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു റിസർച്ച് സ്കിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് ബേസിക് ഉണ്ടായിരിക്കുന്ന സ്കില്ലാണിത്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സലന്റ് ലോക്കൽ നോളജ് ഓഫ് ഇന്ത്യ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ അതിന്റെ കൂടെ തന്നെ ബെനിഫിറ്റ്സും കാര്യങ്ങളും ജോബിനെ കുറിച്ചുള്ള റിക്വയർമെന്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റോള് വരുന്നത് ഡാറ്റ സയൻസ് ആണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് +2 ഡിഗ്രിയും വെച്ചുകൊണ്ട് ഒരു ഡാറ്റ അനലിസ്റ്റിലേക്ക് എൻറോൾ ചെയ്യാൻ പറ്റിയ നല്ലൊരു അവസരമാണിത്. നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണിത്. ഇവിടെ ഫ്രീലാൻസ് കംപ്ലീറ്റ്ലി ഹോം ബേസ്ഡ് ജോബ് ആയിരിക്കും വരുന്നത്. പിന്നെ ഇവിടെ എഡ്യൂക്കേഷൻ പറയുന്നുണ്ട്. ഗ്രാജുവേഷൻ നോട്ട് റിക്വയർഡ്. +2 ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. +2+ അതിന്റെ കൂടെ ഇംഗ്ലീഷും ചെറുതായിട്ട് റിസർച്ച് സ്കില്ലും കൂടി വേണ്ടി വരും. ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു ജോബ് വേക്കൻസിയാണ് ഇത് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ കീ സ്കില്ലുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ കീ സ്കില്ലുകൾ എന്തായാലും നിർബന്ധമായി നിങ്ങളുടെ CV-യിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം ഈ ജോബിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു കീ സ്കില്ലുകൾ നിങ്ങൾ എന്താണ് നിങ്ങളുടെ റെസ്യൂമെയിൽ നിങ്ങളുടെ CV-യിൽ ഉൾപ്പെടുത്തിയാൽ അവരെന്തായാലും നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാൻ ചാൻസ് കൂടുതലാണ്. കാരണം ഈ ഒരു സ്കില്ലുകൾ വെച്ചിട്ടാണ് അവർ CV വാലിഡേറ്റ് ചെയ്യപ്പെടുക. അപ്പൊ എന്താണ് ഈ ഒരു സ്കില്ലുകൾ നിങ്ങളുടെ CV-യിൽ നിർബന്ധമായി ഉൾപ്പെടുത്തുക. അപ്പൊ ഇതൊക്കെയാണ് ജോബിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. അപ്പൊ ഇതേപോലെ തന്നെ വേറൊരു ജോബ് അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. ഡാറ്റ അനലിസ്റ്റിലേക്ക് തന്നെയാണ്. പക്ഷെ അതിനെന്താണ് MA എക്കണോമിക്സ് വേണമെന്നേ ഉള്ളൂ. ഇവിടെ ഡീറ്റെയിലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനെന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് MA ഇൻ എക്കണോമിക്സ് ആണ്. അപ്പൊ MA എക്കണോമിക്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു ഡാറ്റ അനലിസ്റ്റ് ജോബിലേക്ക് റിക്വയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് +2 ആണെങ്കിൽ എന്ത് ചെയ്യുക, നേരത്തെ വിശദീകരിച്ചുള്ള ആ ഒരു ജോബിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പൊ നിങ്ങൾ എന്താണ് നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ എന്താണ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എൻ്റെ ഒരു വെബ്സൈറ്റിലേക്കാണ് വരിക. അപ്പൊ ഈ ഒരു വെബ്സൈറ്റിൽ എന്താണ് ജോബിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് എന്താണ് ഇവിടെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്ലിക്കേഷൻ ലിങ്ക് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കിലേക്ക് എത്തും. നമ്മൾ നേരത്തെ കാണിച്ച ഒരു വെബ്സൈറ്റിലേക്ക് എത്തും. അവിടുന്ന് എന്താണ് നോക്കറി വെബ്സൈറ്റിലെത്തും. അവിടുന്ന് നിങ്ങൾ എന്ത് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു അവസരം മിസ് ചെയ്യരുത്. +2 ഡിഗ്രി യോഗ്യതയുള്ളവർ എന്താണ് ഈ ഒരു കമ്പനിയിലേക്ക്, പ്രോപ്റ്റിക്സിന്റെ കമ്പനിയിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ജോബ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇനി അത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ MA എക്കണോമിക്സ് ആണെങ്കിൽ ഈ ഒരു ടെക് ഇന്ത്യ കമ്പനിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ നല്ലൊരു അവസരമാണ്. ആരും ഇത് പാഴാക്കരുത്. 2 ജോബും വർക്ക് ഫ്രം ഹോം മോഡാണ് വരുന്നത്. അപ്പൊ അത് ഈ ഒരു അവസരം പാഴാക്കരുത്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ സീ യു നെക്സ്റ്റ് വീഡിയോ.